നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. PM ശ്രീ വിവാദം ആളിക്കത്തുകയാണ്. അനുനയ നീക്കങ്ങൾ ശക്തമാക്കിയിരിക്കുകയാണ്. AKT സെന്ററിൽ CPM അടിയന്തര സെക്രട്ടറി യോഗം ചേരുകയാണ്. ചർച്ച നടക്കുകയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട്. MA ബേബി യോഗത്തിൽ പങ്കെടുക്കുകയാണ്. എങ്ങനെ CPI അനുനയിപ്പിക്കാൻ എന്നാണ് നിലവിലെ ചർച്ച. മുഖ്യമന്ത്രി വിദേശത്ത് നിന്ന് തിരികെ വന്നു. ഇതിന് പിന്നാലെയാണ് അടിയന്തര സെക്രട്ടേറിയറ്റ് യോഗം ചേരുന്നത്. ചർച്ചകൾക്ക് പിന്നാലെ CPI എന്ത് തീരുമാനമാകും എടുക്കുക എന്നതാണ് ഇനി ഏറ്റവും നിർണായകമായി അറിയേണ്ടത്. പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് യോഗമെന്ന് MA ബേബി പ്രതികരിക്കുകയുണ്ടായി. അതേസമയം ഈ ഒരു വിഷയത്തിൽ CPI അനുനയിപ്പിക്കാനുള്ള ശ്രമവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്ത് വന്നിട്ടുണ്ട്. CPI സെക്രട്ടറി ബിനോയ് വിശ്വത്തെ ഫോണിൽ വിളിച്ച് മുഖ്യമന്ത്രി സംസാരിച്ചു. തൊട്ടടുത്ത ദിവസം നേരിട്ട് ചർച്ച നടത്താമെന്നും അറിയിച്ചു. കടുത്ത തീരുമാനങ്ങൾ CPIയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകരുതെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. മുഖ്യമന്ത്രി ബിനോയ് വിശ്വം കൂടിക്കാഴ്ച നടന്നേക്കുമെന്നാണ് വിവരം. നേരത്തെ PM ശ്രീയിൽ ഇടഞ്ഞു നിൽക്കുന്ന CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവുമായി കഴിഞ്ഞ ദിവസം വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. CPM ജനറൽ സെക്രട്ടറി MA ബേബിയും CPI ജനറൽ സെക്രട്ടറി D രാജയും കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഡൽഹിയിൽ വെച്ചായിരുന്നു ബേബിയുടെയും രാജയുടെയും കൂടിക്കാഴ്ച. ഇതിനുശേഷം PM ശ്രീ വിഷയത്തിൽ കേന്ദ്ര നേതൃത്വം ഇടപെടില്ല എന്നായിരുന്നു MA ബേബി പ്രതികരിച്ചത്. സംസ്ഥാന തലത്തിൽ ചർച്ച നടത്തി പരിഹാരം കാണട്ടെ എന്നായിരുന്നു MA ബേബിയുടെ പ്രതികരണം. CPIയുടെ ആവശ്യം CPIM ദേശീയ നേതൃത്വം ഇടപെടണമെന്നായിരുന്നുവെന്നും സംസ്ഥാന നേതൃത്വം വിഷയത്തിൽ പരിഹാരം കാണുമെന്നും MA ബേബി പറഞ്ഞിരുന്നു. സർക്കാർ മുന്നണി മര്യാദകൾ ലംഘിച്ചു എന്നായിരുന്നു കൂടിക്കാഴ്ചയ്ക്ക് ശേഷം D രാജ പ്രതികരിച്ചത്. നടപടി പാർട്ടി നയത്തിന് വിരുദ്ധമാണെന്നും D രാജ പറഞ്ഞു. NEP 2020 എതിർക്കുന്ന പാർട്ടികളാണ് CPIയും CPIMും. വിദ്യാഭ്യാസ മേഖലയെ സ്വകാര്യവൽക്കരിക്കുന്നതും കേന്ദ്രീയവൽക്കരിക്കുന്നതും എതിർക്കുന്നവരാണ് ഞങ്ങൾ. NEPയെ ശക്തമായി എതിർക്കുന്ന പാർട്ടി ധാരണാപത്രം ഒപ്പിട്ടതിനെ എങ്ങനെ ന്യായീകരിക്കാൻ കഴിയുമെന്നായിരുന്നു D രാജയുടെ ചോദ്യം. PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചത് കേന്ദ്രത്തിൽ നിന്ന് സമഗ്ര ശിക്ഷാ ഫണ്ട് കിട്ടാനാണ് എന്നായിരുന്നു മന്ത്രി വി ശിവൻകുട്ടി മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. PM ശ്രീ പദ്ധതി കേരളത്തിന് ആവശ്യമില്ല. പദ്ധതിയിൽ ഒപ്പിട്ടെങ്കിൽ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഒന്നും കേരളത്തിൽ നടപ്പാക്കില്ല. അതിനെക്കുറിച്ച് കൂടുതൽ ഉത്കണ്ഠ വേണ്ടതില്ല എന്നും മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. നമുക്ക് ശരിയല്ലെന്ന് തോന്നുന്ന കേന്ദ്ര സർക്കാർ ഏത് പദ്ധതികളെ നാം എതിർക്കും. PM ശ്രീ പദ്ധതി കേരളത്തിലെ സ്കൂളുകൾക്ക് അനിവാര്യമായ സംഗതിയല്ല. കേരളത്തിലെ 47 ലക്ഷം വിദ്യാർത്ഥികളെ ബാധിക്കുന്ന വിഷയമാണിത്. ഫണ്ട് കിട്ടിയില്ലെങ്കിൽ ബുദ്ധിമുട്ടിലാകും. വിദ്യാർത്ഥികൾ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവർക്കും പട്ടികജാതിയിൽപ്പെട്ടവർക്കും അർഹമായ 1500 കോടി രൂപ വേണ്ടെന്ന് വയ്ക്കേണ്ടതുണ്ടോ എന്നതാണ് ഇവിടെ ആലോചിക്കാനുള്ളത്. അവർക്ക് അർഹതപ്പെട്ട ഫണ്ട് ഒരു കാരണവശാലും പാഴാക്കേണ്ടതില്ല എന്നും മന്ത്രി പറഞ്ഞിരുന്നു. എന്തായാലും PM ശ്രീ ധാരണാപത്രത്തിൽ സർക്കാർ ഒപ്പിട്ടതിൽ ഭിന്നിച്ചു നിൽക്കുന്ന CPI നിലപാടിൽ ഉറച്ചു മുന്നോട്ടാണ്. വേണ്ടി വന്നാൽ CPI മന്ത്രിമാരെ പിൻവലിക്കണമെന്ന ആവശ്യം അടക്കം ഉയരുന്നുണ്ട്. തീർച്ചയായിട്ടും അത്തരത്തിൽ രാജ്യസന്നദ്ധത അവർ അറിയിക്കുന്നുണ്ട് എന്നതും ശ്രദ്ധേയമാണ്. CPI മന്ത്രിമാർ പാർട്ടിയെ രാജ്യസന്നദ്ധത അറിയിച്ചതായുള്ള സൂചനകൾ വരുന്നുണ്ട്. മന്ത്രിമാരായ K രാജനും P പ്രസാദുമാണ് രാജ്യസന്നദ്ധത അറിയിച്ചത്. മുന്നണി മര്യാദ ലംഘിച്ച് PM ശ്രീയുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ മന്ത്രിമാരെ പിൻവലിക്കണമെന്ന നിർദ്ദേശം ഉയർന്നതായാണ് സൂചന. വിഷയത്തിൽ നിലപാട് മയപ്പെടുത്തേണ്ടതില്ല എന്ന തീരുമാനത്തിൽ പാർട്ടി എത്തിയിരിക്കുകയാണ്. മാത്രമല്ല, വേണ്ടിവന്നാൽ മന്ത്രിമാരെ പിൻവലിക്കണമെന്നതടക്കമുള്ള നേതാക്കളുടെ ആവശ്യം അത് എത്തരത്തിലാണ് ഇന്ന് ചർച്ചയിലൂടെ പരിഹരിക്കപ്പെടുക എന്നതും ഉറ്റുനോക്കുകയാണ്. എന്തായാലും രാജ്യസന്നദ്ധത കൂട്ടരാജ്യയിലേക്ക് കാര്യങ്ങൾ നീങ്ങുമോ എന്നതടക്കമുള്ള ചോദ്യങ്ങൾ ശക്തമാവുകയാണ്. പ്രത്യേകിച്ച് കുറച്ച് മാസങ്ങൾ കൂടി കഴിയുമ്പോൾ തിരഞ്ഞെടുപ്പ് അടുക്കുകയാണ്. ഇപ്പോൾ ഇത്തരത്തിലുള്ള കൂട്ടയടിയും അതുപോലെ തന്നെ ഭിന്നിപ്പുമൊക്കെ അത് തിരഞ്ഞെടുപ്പിനെ ബാധിക്കും എന്നതടക്കമുള്ള വിലയിരുത്തലുകൾ നിലവിൽ ഉയരുന്നുണ്ട്. അതേസമയം ധാരണാപത്രം റദ്ദാക്കണമെന്ന CPIയുടെ കേന്ദ്ര സംസ്ഥാന നേതൃത്വത്തിന്റെ ആവശ്യം പരിഗണിക്കാനാവില്ല എന്ന നിലപാടിൽ CPM ഉറച്ചു നിൽക്കുകയാണ്. മുന്നണി മര്യാദ ലംഘിച്ചതിൽ അതൃപ്തി അറിയിച്ച് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം നൽകിയ കത്തിന് മുന്നണി കൺവീനർ TP രാമകൃഷ്ണൻ മറുപടി നൽകിയിട്ടില്ല. ധാരണാപത്രം ഒപ്പിട്ടതിന്റെ സാഹചര്യം വിശദീകരിക്കാൻ മന്ത്രി വി ശിവൻകുട്ടി ബിനോയ് വിശ്വത്തെ കണ്ടതിനപ്പുറം ഒരു ചർച്ചയും ഇത് സംബന്ധിച്ച് നടന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് ആലപ്പുഴയിൽ ചേരുന്ന CPI സംസ്ഥാന നിർവാഹക സമിതി യോഗവും നിർണായകമാണ്. വഴങ്ങി മുന്നോട്ടു പോകാനുള്ളൊരു സാഹചര്യവും മുൻപിലില്ലെന്ന് നേതാക്കളെല്ലാം ഒരേപോലെ വ്യക്തമാക്കുകയാണ്. എന്തായാലും വിദേശയാത്ര കഴിഞ്ഞ് മുഖ്യമന്ത്രി പിണറായി വിജയൻ രാത്രി തിരിച്ചെത്തിയിരുന്നു. PM ശ്രീയിൽ ചർച്ച ചെയ്യാൻ അദ്ദേഹം ഇന്ന് അടിയന്തര സെക്രട്ടേറിയറ്റ് യോഗത്തിൽ എന്തൊക്കെ ചർച്ചകൾ നടക്കും, ഒരു പരിഹാരമാകുമോ, അനുനയ നീക്കം വിജയിക്കുമോ എന്നതടക്കമുള്ള ചോദ്യങ്ങളാണ് നിലവിൽ ശക്തമാകുന്നത്. ഇതുൾപ്പെടെയുള്ള ആശയവിനിമയമൊന്നും സംസ്ഥാന സെക്രട്ടറി തലത്തിൽ ഇരു പാർട്ടിയും തമ്മിൽ നടന്നിട്ടില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. അതേസമയം കഴിഞ്ഞ ദിവസം
കേരളം 2024 മാർച്ചിൽ തന്നെ PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവയ്ക്കാമെന്ന് ഉറപ്പു നൽകിയിരുന്നുവെന്ന് കേന്ദ്ര സ്കൂൾ വിദ്യാഭ്യാസ സെക്രട്ടറി സഞ്ജയ് കുമാർ പ്രതികരിച്ചിരുന്നു. PM ശ്രീയിൽ ചേർന്നതുകൊണ്ട് NEP സിലബസ് അതുപോലെ നടപ്പാക്കണമെന്ന് നിർബന്ധമില്ല എന്നും സഞ്ജയ് കുമാർ വ്യക്തമാക്കി. വിദ്യാഭ്യാസം കൺകറന്റ് പട്ടികയിലാണ്. അതിനാൽ തന്നെ കരിക്കുലവും പാഠപുസ്തകവും സംസ്ഥാനങ്ങൾക്ക് തീരുമാനിക്കാം. NEP നയം ഒരു മാതൃക മാത്രമാണ്. ദേശീയ തലത്തിൽ ഏകീകരണം വേണമെന്നതാണ് കേന്ദ്രത്തിന്റെ താൽപര്യമെന്നും കേരളത്തിലെ രാഷ്ട്രീയ വിവാദങ്ങളോട് പ്രതികരിക്കുന്നില്ല എന്നും സഞ്ജയ് കുമാർ പ്രതികരിച്ചിരുന്നു. കേരളത്തിന്റെ അനുഭവം മറ്റ് സംസ്ഥാനങ്ങൾക്ക് പ്രയോജനപ്പെടാൻ ഇത് ഉപകരിക്കും. PM ശ്രീയിൽ കേരളം ഒപ്പുവെച്ചതിൽ സന്തോഷമുണ്ട്. NEPയുടെ നല്ല വശങ്ങൾ ഉയർത്തിക്കാട്ടാനാണ് PM ശ്രീ നടപ്പാക്കുന്നത്. സ്കൂളുകളുടെ നിലവാരവും സൗകര്യം ഉയർത്താൻ ഇതിടയാക്കും. PM ശ്രീയിൽ കേരളത്തെ പോലെ സംസ്ഥാനം എത്തിയത് വലിയ നേട്ടമാണ് എന്നും സഞ്ജയ് കുമാർ പ്രതികരിക്കുകയുണ്ടായി. അതേസമയം മന്ത്രി V ശിവൻകുട്ടി വിഷയത്തിൽ പ്രതികരിച്ചത് ഇപ്രകാരമാണ്. കേന്ദ്ര സർക്കാരിന്റെ PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് വീണ്ടും പ്രതികരണം നടത്തിയിരുന്നു മന്ത്രി. 47 ലക്ഷത്തോളം വിദ്യാർത്ഥികളെ ബാധിക്കുന്ന പ്രശ്നമാണിതെന്നും കേരളത്തിന്റെ വിദ്യാഭ്യാസ പാരമ്പര്യം വിട്ടുവീഴ്ച ചെയ്യാതെയാണ് ഫണ്ട് വാങ്ങുന്നതെന്നും ശിവൻകുട്ടി പറഞ്ഞു. പാഠപുസ്തകം തയ്യാറാക്കുന്നത് സർക്കാർ തന്നെയാണ്. NEPയിൽ ഇത് പറയുന്നുണ്ട്. ഏത് നിമിഷവും വേണമെങ്കിൽ പിന്മാറാമെന്നും MOUവിൽ ഉണ്ട്. രണ്ട് കക്ഷികളും തമ്മിൽ ആലോചിച്ചോ കോടതിയിൽ പോയോ പിന്മാറാമെന്നും മന്ത്രി പറഞ്ഞു. കേരളത്തിൽ RSS നേതാക്കളെ കുറിച്ച് പഠിപ്പിക്കില്ല. അത് K സുരേന്ദ്രന്റെ സ്വപ്നം മാത്രമാണ്. ബദൽ പാഠപുസ്തകം ഇറക്കിയ സംസ്ഥാനമാണ് കേരളം. കേന്ദ്ര ഫണ്ട് ഉപേക്ഷിക്കാനാവില്ല. CPI എതിർപ്പ് നേതാക്കൾ തമ്മിൽ തീരുമാനിക്കട്ടെ. MOUവിൽ ഒപ്പിടുന്നതിന് മുമ്പ് നിയമോപദേശം തേടിയിട്ടുണ്ട്. കൂടുതൽ വിശദാംശങ്ങൾ ഇപ്പോൾ പറയുന്നില്ല. SSK ഫണ്ടിന്റെ ആദ്യ ഗഡു ഉടൻ കിട്ടും. പദ്ധതിയുമായി ബന്ധപ്പെട്ട ഒന്നും കേരളത്തിൽ നടപ്പാക്കില്ല. MOUവിൽ ഒപ്പിട്ടാലേ ഫണ്ട് കിട്ടുകയുള്ളൂ. പല ഫണ്ട് കിട്ടേണ്ടതുണ്ട് എന്നും ശിവൻകുട്ടി പറഞ്ഞു. ഏകദേശം 1500 കോടി രൂപയുടെ കേന്ദ്ര ഫണ്ട് നഷ്ടപ്പെടുത്താതിരിക്കാൻ വേണ്ടി മാത്രമാണ് PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടതെന്നും മന്ത്രി V ശിവൻകുട്ടി ആവർത്തിച്ചു. PM ശ്രീ പദ്ധതി നടപ്പിലാക്കാത്തത് കൊണ്ട് SSKക്ക് കിട്ടേണ്ട 1500 കോടി രൂപയാണ് കേന്ദ്രം തടഞ്ഞു വച്ചിരിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞിരുന്നു. ഈ തുക നഷ്ടപ്പെടുത്തണോ വേണ്ടോ എന്നാണ് നിലവിലെ പ്രശ്നമെന്നും നഷ്ടപ്പെടുത്താൻ പാടില്ലെന്നാണ് വിദ്യാഭ്യാസ വകുപ്പ് ചിന്തിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. അതുകൊണ്ടാണ് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നടപടികൾ സ്വീകരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി 165 സ്കൂളുകൾ തിരഞ്ഞെടുത്തിട്ടുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. കേരളത്തിൽ ഇതുവരെ തുടർന്നു വന്നിട്ടുള്ള ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തിന്റെ വിദ്യാഭ്യാസ നയം ഒരു കാരണവശാലും അടിയറവ് വയ്ക്കില്ല. കേരളത്തിൽ RSS നേതാക്കളെ കുറിച്ച് പഠിപ്പിക്കില്ല എന്നതടക്കമുള്ള ഒരു പ്രതികരണം അതിന്റെ ഭാഗത്തുനിന്നുണ്ടായി. തീർച്ചയായിട്ടും ഇപ്പോൾ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേരുകയാണ്. എന്തായാലും അനുനയ നീക്കങ്ങൾ വിജയകരമാകുമോ? എന്തായിരിക്കും പ്രതികരണം? ഉറ്റുനോക്കുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.